ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ കാനഡയിൽ ഇന്ന് കാനഡ ഡേ ആണ്. അപ്പം നമ്മൾ ഇവിടെ ക്വിൻറ്റൈൻ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വന്നേക്കാട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ അവിടെ സ്വാതന്ത്ര്യത്തിന് ലഡുവും ഇതൊക്കെ കൊടുക്കണ പോലെ അതൊന്നും ഇല്ലെങ്കിലും വേറെ കുറേ പരിപാടികൾ പൈസ കൊടുത്ത് വേണമെങ്കിൽ വാങ്ങാൻ കൊടുത്ത് ഇതൊക്കെയാണ്. കാനഡ ഡേ ആയതുകൊണ്ട് ഓരോരുത്തർ അവരവരെ ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കാനായിട്ട് അവിടെ ചെറിയ ചെറിയ സ്റ്റാളുകളായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാം. ഇത് കൂടാതെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നപ്പുറത്ത് നമുക്ക് ഒരു കാർ ഷോയും കൂടി ഉണ്ട്. ഒരുപാട് വിൻറ്റേജ് കാറുകളും ഒക്കെ ആയിട്ട് ഇന്ന് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകൾ ഇതിനോടൊപ്പം ഉണ്ടാവും. ഈ ഒരു പാർക്കിൻ്റെ ഈ ഒരു സൈഡിൽ കുട്ടികൾക്ക് താറാവ്, മുയൽ ഈ വക സാധനങ്ങളായിട്ട് അവർക്ക് ഇടപഴകാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതിനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ തൊട്ടടുത്തുള്ള കൗണ്ടറിൽ കൊടുക്കും. അപ്പോൾ കുറച്ച് ഫാമിലീസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് അവിടെ ഒരു വെള്ള കുതിരയുണ്ട്. അതിനെ അവർ ഹെയറിനൊക്കെ ചെറിയ കളറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു യൂണിക്കോൺ സെറ്റപ്പ് ആക്കിയിട്ട് കുറച്ച് പേര് അതിനെ പരിപാലിക്കുന്നുണ്ട് അവിടെ. അതാണ് ഒരു സൈഡിൽ മറ്റൊരു കാഴ്ച. ഇവിടെ നടക്കണമെന്ന് വെച്ചാൽ കുറേ കുട്ടികൾക്ക് ഫേസ് പെയിൻറ്റിങ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് വോളണ്ടിയേഴ്സ് അവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേരൻസും അവിടെ ലൈനപ്പിൽ നിന്ന് കുട്ടികളുടെ ഫേസ് പെയിൻറ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫേസ് പെയിൻറ്റിങ് നടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ചെറിയ ഒരു സ്റ്റേജും അവിടെ കുറച്ച് പേര് ഡാൻസ് കളിക്കുന്നതും കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് പേര് അവിടെ ഇരുന്ന് ആസ്വദിക്കുന്നുണ്ട്, കുറച്ച് പേര് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ചെറിയ പാർക്കിൻ്റെ സൈഡിൽ കുറേ പേര് കളിക്കുന്നുണ്ട്. എല്ലാവരും ഓരോരോ പരിപാടികളിൽ എൻഗേജ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കഴിയുമ്പോൾ ഇവരുടെ ഡാൻസ് കഴിയുമ്പോൾ ഒരു പുള്ളിക്കാരൻ പാട്ട് പാടാനും തുടങ്ങി. ഈ ഒരു സ്റ്റേജിൻ്റെ അപ്പുറത്തും ഒരുപാട് ഇങ്ങനെ കടകളുണ്ട്. അവിടെ നിന്ന് ഒരുപാട് പേര് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് കുട്ടികൾ കളിക്കുന്നു. ഇനിയുള്ള കാഴ്ചകളാണ് ഇതിലെ മെയിൻ സംഭവം. ഇവിടുത്തെ ഒരുപാട് വിൻറ്റേജ് കാറുകളും അതിൽ വളരെ കുറച്ച് മാത്രമേ പുത്തൻ കാറുകളുള്ളൂ. ബാക്കിയൊക്കെ വിൻറ്റേജ് കാറുകളാണ് ഇവിടെ നിരത്തിയേക്കണത്. ഒരുപാട് 100 കണക്കിന് മേലെ കാറുകൾ ഇവിടെ ഉണ്ട്. അത് പല ബ്രാൻഡിൻ്റെ പല കാറുകളിൽ കണ്ട പലതും സെയിലിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിലയൊന്നും അതിൽ കൊടുത്തിട്ടില്ല, ജസ്റ്റ് സെയിലെന്ന് മാത്രമേ അതിൽ എഴുതി വെച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് കാറുകൾ കൂടി ഉണ്ട് പല ബ്രാൻഡിൻ്റെ. അപ്പോൾ അതിൻ്റെ ഓണേഴ്സും ഒക്കെ അതായത് ഈ കാണുന്ന വണ്ടിയൊക്കെ 1920കൾ ആ കാലഘട്ടത്തൊക്കെ ഉപയോഗിച്ചിരുന്ന വണ്ടികളൊക്കെയാണ്. ഒരുപാട് പഴക്കമുള്ള ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ പ്രാന്തന്മാരുണ്ടാവില്ല, വണ്ടി പ്രാന്തന്മാർ. അങ്ങനത്തെ കൂടുതലും വയസ്സായവരാണ് ഈ വണ്ടികൾ കൊണ്ടു നടക്കണവർ. അപ്പോൾ നമുക്കവിടെ കാണാം ഓരോ വണ്ടികളുടെ അടുത്ത് ഓരോരുത്തർ ഇരിക്കുന്നത് കൂടുതലും വയസ്സായവർ തന്നെയാണ്. ഇങ്ങനത്തെ വണ്ടിപ്രാന്തന്മാർ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ വളരെ കൗതുകമുള്ള ഒരുപാട് കാറുകളുണ്ട്. ലൈഫിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് പോലും അറിയില്ല ഈ കാറുകൾ ഇനി. അപ്പോൾ ഇതൊരു വലിയൊരു നല്ലൊരു അടിപൊളി പരിപാടിയായിരുന്നു. ഒരുപാട് ഇവിടെ കുറച്ച് നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻസ് ഒരു ടേബിൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് കാറുകൾ അതിലുണ്ട്. മൊത്തത്തിൽ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഒരുപാട് ആൾക്കാർ പല ഭാഗത്തുനിന്ന് കാനഡയുടെ പല ഭാഗത്തുനിന്ന് ഇവിടെ വന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു അതും നമ്മുടെ ഈ ഒരു ലേക്കിൻ്റെ തൊട്ടടുത്ത് നല്ല വെതറും ആയിരുന്നു സത്യം പറഞ്ഞാൽ. വലിയ കാര്യമായിട്ട് ചൂടോ മഴയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല അടിപൊളി വെതറായിരുന്നു. എല്ലാവരും പല പല ഈ പറഞ്ഞ കാറുകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കലും കുറേ പേര് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഒരു പരിപാടി.
ഈ ഒരു പ്ലേസ് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ പല വീഡിയോയിലും. ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടെയും ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ പോപ്പപ്സിൻ്റെ തൊട്ടപ്പുറത്ത് ഈ കാണുന്നത് നമ്മ അകലേന്ന് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവരെ കൂടി ഭക്ഷണം കഴിക്കുകയെന്ന്. സത്യത്തിൽ അതല്ല സംഭവം. ഇവരെല്ലാവരും കൂടി ബിങ്കോ കളിക്കണതാണ്. അപ്പോൾ ഇത് അടുത്ത് വന്നപ്പോഴാണ് ഇത് എന്താ സംഭവം എന്ന് നമുക്ക് പിടികിട്ടത്. സംഭവം നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാനായിട്ട് അവിടുത്തെ പരിപാടികൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വിശേഷം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു.